നമ്മൾ അതുവഴിയൊക്കെ പോയിട്ടുണ്ടാകും, പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥലമുണ്ട് കൊല്ലത്ത്. പ്രകൃതി അതിന്റെ സൗന്ദര്യമൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ അതിർത്തിയിലുള്ള വയ്യാങ്കര ചിറയെ പറ്റിയാണ് പറഞ്ഞത്. മനസ്സിനൊപ്പം കണ്ണിനെയും കുളിരണിയിക്കാൻ കഴിയുക എന്നത് പ്രകൃതിയുടെ മാത്രം പ്രത്യേകതമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തിലേക്ക് നഗരജീവിതത്തിൽ നിന്ന് ഇടവേളയൊക്കെ എടുത്ത് പോകുമ്പോൾ തിരഞ്ഞെടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഒന്ന് പോകാം. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെത്തുന്നവർക്ക് ഒരു ദിവസം ചില്ലാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. വയ്യാങ്കര ടൂറിസം കേന്ദ്രം. ആലപ്പുഴ ടൂറിസം വകുപ്പിൻ്റെ കീഴിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ സവിശേഷതകളും പ്രത്യേകതകളുമാണ് ഞങ്ങൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നത്. 100 ഏക്കറോളം വരുന്ന തനി നാടൻ ടൂറിസം പദ്ധതി. മുഖം മിനുക്കിയ വയ്യാങ്കരച്ചിറയുടെ സൗന്ദര്യമാസ്വദിക്കാൻ സന്ദർശകരുടെ പ്രവാഹമാണ്. വയ്യാങ്കരച്ചിറയിൽ ടൂറിസം വകുപ്പും താമരക്കുളം പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബ്ബും ചേർന്ന ഗ്രീൻ ഫോറസ്റ്റ് എന്ന പേരിലാണ് പദ്ധതി നടപ്പാക്കിയത്. പ്രകൃതി വശ്യത കൊണ്ട് സന്ദർശകരെ മോഹിപ്പിക്കുന്ന ഇടമാണ് വയ്യാങ്കരച്ചിറ. സഞ്ചാരികളുടെ ഇടയിൽ അധികമാരും അറിയപ്പെടാത്ത ഇടം. വിനോദസഞ്ചാര വകുപ്പ് ഏറ്റെടുത്ത വയ്യാങ്കരച്ചിറയുടെ പരിപാലന ചുമതല പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബ്ബിന് നൽകുകയായിരുന്നു. തുടർന്ന് ബോട്ടിംഗ് ഉൾപ്പെടെ സജ്ജീകരിച്ച പ്രാദേശിക വിനോദ കേന്ദ്രമായി വയ്യാങ്കരച്ചിറയെ ഒരുക്കി. ചിറയിൽ ബോട്ടിംഗ്, കയാക്കിംഗ് വള്ളങ്ങൾ, കുട്ടവഞ്ചി, പെഡൽ ബോട്ട്, കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ ജിം, ഫുഡ് കോർട്ട്, ചിറയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ലേക്ക് വ്യൂ പാലം എന്നിവയുമുണ്ട്. വയ്യാങ്കര വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്നവർ സന്തോഷത്തോടെയാണ് മടങ്ങുന്നത്. നല്ല അടിപൊളിയാണ്. പിള്ളേർക്ക് ഫാമിലിക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ സ്ഥലമാണ്. നല്ല രസമുണ്ട്. നമുക്ക് ഞായറാഴ്ചയൊക്കെ പിള്ളേരെയും കൊണ്ടൊക്കെ വന്ന് കുറച്ച് നേരമൊക്കെ അടിച്ചു വിളിക്കാം. നല്ല വൈബുള്ള സ്ഥലമാണ്. ഫ്രണ്ട്സായിട്ടൊക്കെ വന്നാൽ അടിച്ചു വിളിക്കാൻ പറ്റും. നല്ല രസമുണ്ട്. മൊത്തത്തിൽ കൊള്ളാം. 20 രൂപയാണ് ഇവിടേക്കുള്ള പ്രവേശന ഫീസ്. കുട്ടികളുടെ പാർക്കിലെ റൈഡുകൾക്ക് 50 രൂപയാണ് നിരക്ക്. ബോട്ടിംഗ്, പെഡൽ ബോട്ട്, കയാക്കിംഗ്, കുട്ടവഞ്ചി സവാരിക്ക് ഒരാൾക്ക് 100 രൂപ വീതവും നൽകണം. ഇപ്പം ബോട്ടിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, കൊട്ടവഞ്ചി ഉണ്ട്. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഒന്ന് നല്ല രീതിയിൽ പോകുന്നുണ്ട്. വനപ്രദേശമാണ് തോന്നുന്നത് ഈ സൈഡ് മൊത്തം. ആ സൈഡിൽ ഒരു വനപ്രദേശത്തിൻ്റെ നടുക്കൊരു തടാകം പോലെ നല്ല ഒരു ഇതാണ്. അപ്പോൾ കാഴ്ചക്കാർക്ക് കാണാനും നല്ല ഭംഗിയാണ്. വിശാലമായ ചിറയുടെ മധ്യഭാഗത്ത് സ്ഥാപിച്ച ഹട്ട് ആകർഷണങ്ങളിൽ പ്രധാനമാണ്. ബോട്ട് സവാരി വഴി ഹട്ടിലേക്കെത്താം. ഇന്ന് കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുകയാണ് വയ്യാങ്കരച്ചിറ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ കണ്ടില്ലേ, ദൃശ്യങ്ങൾ കണ്ടില്ലേ, വൈബാക്കാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഈ വൈബിൻ്റെ അറിയണമെങ്കിൽ നിങ്ങളും ഇങ്ങോട്ട് എത്തണം. നിങ്ങൾക്കും വൈബാക്കാം. ഇവിടെ രാവിലെ മുതൽ തുടങ്ങുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ അടിപൊളിയാണ്. എന്തായാലും ഒരു ദിവസം ഇവിടെ വന്ന് കാണേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് എസ് അബൂ താഹിറിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശിയ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വയ്യാങ്കരച്ചിറയിലേക്ക് പോകുമ്പോൾ ദിലീപ് അവിടെയുണ്ട്. ചെന്നിട്ട് ദിലീപിനെ വിളിച്ചാൽ മതി. ഇത് മാത്രമല്ല, ഇതിനും അപ്പുറം മറ്റു സ്ഥലങ്ങളും ഒക്കെ കാട്ടിത്തരാൻ ഞങ്ങളുടെ ദിലീപും ടീമും അവിടെ തയ്യാറാണ്.